അതിനിടയിലുള്ള ഇടയാളന്മാർ വേണ്ടാന്നാണ് വേദം പറഞ്ഞത്. അവിടെയാണ് നമ്മൾ തെറ്റിപ്പോയത്. അതിന്റെ പേരില ബാബരി മസ്ജിദ് ധ്വംസനം ഉണ്ടായത്. അയോധ്യ എന്ന പദത്തിന്റെ അർത്ഥം അറിയുമോ നിങ്ങൾക്ക്? യുദ്ധമില്ലാത്ത ഭൂമിന. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയുമോ? വാൽമീകി മഹർഷി ഭരദ്വജന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയി ക്രൗഞ്ചമിതനങ്ങൾ കുക്കുരുമ്മി സ്നേഹം പങ്കുവെച്ചപ്പോ, ഇഷ്ക് പങ്കുവെച്ചപ്പോ കാട്ടാളൻ അമ്പയ്യാൻ നോക്കി പറഞ്ഞല്ലോ, മാനിഷാദ അരുത് കാട്ടാളാൻ അല്ലേ പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത്? ഈ ശ്രീരാമനെ, രാമൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? രമ്യത ഉണ്ടാക്കുന്നവൻ. എങ്ങനെ? രമ്യത ഉണ്ടാക്കുന്നവൻ, തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഐക്യമുണ്ടാക്കുന്നവൻ. അച്ഛനെ കൊല്ലുമെന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോ പാടില്ല, ഏതോ ധർമ്മസ്ഥതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയിക്കാവൂ. മാത്രവുമല്ല, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. അച്ഛനെ ദൈവതുല്യം സ്നേഹിക്കണം. അങ്ങനെ ധർമ്മത്തിന്റെ സംസ്ഥാപനം ഉണ്ടാകണം. അതാണ് കോപമല്ല, ക്രോധമല്ല, വിചാരമാണ്, വികാരമല്ല. അല്ലേ? അതാ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ്, ഏകനായ ദൈവത്തെ ആരാധിക്കുക. നിങ്ങൾക്കറിയാം, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. അപ്പൊ രാവ് ഇവിടെ മുമ്പേ ഉണ്ട്, പകലിവിടെ മുമ്പേ ഉണ്ട്. രാവും പകലും ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. സൂര്യനും ചന്ദ്രനും നിങ്ങൾക്കറിയാലോ. കാനായി കുഞ്ഞിരാമൻ ഒരു പ്രതിമ ഉണ്ടാക്കിയാൽ പ്രതിമക്കല്ല അവാർഡ്, കാനായി കുഞ്ഞിരാമനാണ്. ONV കുറുപ്പ് ഒരു കവിത എഴുതിയാൽ കവിതക്കല്ല അവാർഡ്, മറിച്ച് ONV കുറുപ്പിനാണ്. സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിനാണ് ആരാധന, സൂര്യനല്ല. ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവത്തിനാണ് ആരാധന. തുളസിച്ചെടിയെ സൃഷ്ടിച്ച ദൈവത്തിനാണ് ആരാധന. പശുവിനെ സൃഷ്ടിച്ച ദൈവത്തിനാണ് ആരാധന. മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി മാത്രമാണ് ഈ ഒരു ദുരന്തത്തിലെത്തിപ്പെട്ടത്. ഒരു പശുവും മനുഷ്യനെ ആരാധിക്കുന്നില്ല, ഒരെലിയും മനുഷ്യനെ ആരാധിക്കുന്നില്ല, ഒരു പാമ്പും മനുഷ്യനെ ആരാധിക്കുന്നില്ല, ഒരാൾച്ചെടിയും മനുഷ്യനെ ആരാധിക്കുന്നില്ല. മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി ഈ ജീവവർഗങ്ങളുടെ മുമ്പിൽ ആരാധന നടത്തുന്നു. ഇത് പാടില്ലെന്നാണ് വേദം പറഞ്ഞത്, എല്ലാ വേദങ്ങളും. പക്ഷെ ആ വേദ സംഹിതകളാണോ ഇന്നിവിടെ ഉള്ളത്? അങ്ങനെ ിരുന്നുവെങ്കിൽ നമ്മൾ ഒന്നാകുമായിരുന്നു. നമ്മൾ ഭിന്നിച്ചു പോയത് അടിസ്ഥാനപരമായ വിഷയത്തിലാണ്. ഹിന്ദുവിനെ മുസ്ലിമിനെ കണ്ടുകൂടായ്മ വന്നത് അവിടെയാണ്. അയോധ്യ രാമന്റെ മുമ്പിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇന്നെങ്ങാനും ശ്രീരാമൻ തിരിച്ചു വന്നാൽ, ഇന്നെങ്ങാനും മുഹമ്മദ് നബി തിരിച്ചു വന്നാൽ, ഇന്നെങ്ങാനും യേശുക്രിസ്തു തിരിച്ചു വന്നാൽ എന്തുണ്ടാവുമെന്നറിയോ? അമേരിക്കയിലെ ജോർജ് W. ബുഷിന്റെയും നെതന്യാഹുവിന്റെയും ഏരിയൽ ഷാരോണിന്റെയും മാറി മാറി വരുന്ന ഭീകരവാദ ഭരണകൂടങ്ങളെ യേശുക്രിസ്തു പിരിച്ചുവിടുമായിരുന്നു. അതുപോലെ മുഹമ്മദ് നബി വന്നിരുന്നുവെങ്കിൽ അൽ ഖായിദയും ഭീകരവാദ ടീമുകളും, അതുപോലെ ഇവിടെ നടക്കുന്ന പല തീവ്രവാദ ഭീകരവാദ മുസ്ലിം ഗ്രൂപ്പുകളെയും പ്രവാചകൻ പിരിച്ചുവിടുമായിരുന്നു. NDFO, പോപ്പുലർ ഫ്രണ്ടോ എന്തോ സിമിയോ എന്തുമാവട്ടെ, അതിനെയൊക്കെ പ്രവാചകൻ പിരിച്ചുവിടുമായിരുന്നു. ശ്രീരാമനെങ്ങാനും വന്നാൽ ബജ്രംഗളും ശിവസേനയും RSSും ഒക്കെ പിരിച്ചുവിട്ട് മനുഷ്യരെ നിങ്ങൾ ഒന്നാണ്, തമ്മിത്തല്ലരുതേ എന്നവർ പറയുമായിരുന്നു. ഈ ക്ഷേത്രാങ്കണത്തിൽ ഞാനിത് പറയുന്നത് എന്റെ ബാധ്യതയാണ്, എന്റെ ദൗത്യമാണ്, അറിഞ്ഞ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ. ഒരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ നിങ്ങളോട്. നമ്മുടെ 2 വയസ്സുള്ള കുട്ടി മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ വിളക്കിലേക്ക് കൈവെക്കുമ്പോ നമ്മൾ പറയും ഡാ അരുത് എന്നൊരു ഷൗട്ടിംഗ്. ആ ഷൗട്ടിംഗ് സ്നേഹമാണ്, ആ ഒച്ചപ്പാടൊരു സ്നേഹമാണ്. ഒരു തീകുണ്ടിലേക്ക് ഭാര്യ ചാടുമ്പോ എടി തല്ല് കിട്ടും നിനക്ക് എന്ന് പറയുന്നത് ഭാര്യയോടുള്ള സ്നേഹമാണ്. ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാം നാളെ ദൈവസന്നിധിയിൽ നരകാഗ്നിയിൽ ചെല്ലരുത് എന്ന വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ, അന്തം തമഹ പ്രവിശന്തിയേ സംപൂജ്യമുപാസത്തെ തദോഭൂയ ഇബദേ യഹു സംപൂജ്യം രദഹ. ഈശാവാശോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകത്തിൽ പറയാൻ, ദൈവേതരരെ ആരാധിച്ചവർ ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും ഘോരാന്ധകാരമായ നരകത്ത് പോകും. അതുകൊണ്ട് നിങ്ങളൊക്കെ ആലോചിക്കണം, ആരെ ആരാധിക്കണം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ തമ്മിൽ ഒരിക്കലും തല്ലരുത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, മാറാടും പൂനാടും നമുക്ക് എന്ത് നേടിത്തന്നു? അമ്മമാരുടെ വിലാപമല്ലാതെ, വിധവകളുടെ കൂട്ടക്കരച്ചിലുകളല്ലാതെ, അനാഥരായ പിഞ്ചു പൈതങ്ങളുടെ കണ്ണീരല്ലാതെ നമുക്ക് എന്ത് നേടിത്തന്നു? ഇറാഖും ഫലസ്തീനും ചെച്ചനയും കോസറോവയും ലബനാനും അമേരിക്കയിലെ തുട്ടൂരങ്ങൾക്ക് വിധേയമായ രാജ്യങ്ങൾ
പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിന്റെ മലമടക്കുകൾ, ഗാസ, ദീനരോധനങ്ങളല്ലാതെ എത്ര സ്ത്രീകൾ വിധവകളാക്കപ്പെട്ടു, എത്ര പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. എന്തിന്? പോർബന്തറിൽ സബർമതി എന്ന സുന്ദരമായ ഒഴുകിയ ആ നദി പോലും രക്തപങ്കിലമായ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ഗുജറാത്ത് വംശാത്തിയുടെ കഥകൾ പോലും എത്ര ഹിന്ദുക്കളും മുസ്ലിങ്ങളും, എത്ര മുസ്ലിങ്ങളെ ഹിന്ദുക്കളും കൊന്നു. ഗർഭപാത്രത്തിൽ നിന്ന് പിഞ്ചു പൈതങ്ങളെ തൃശൂലത്തിൽ കൊളുത്തി എന്തിന് കൊന്നുകളഞ്ഞു? എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, നിങ്ങൾ എന്ത് നേടി? എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നിങ്ങൾ എന്ത് നേടി? എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരെ, നിങ്ങൾ എന്ത് നേടി? നമ്മുടെ പാർട്ടി നേതാക്കന്മാർ നമ്മളെ കൊണ്ട് തല്ലിച്ച് മുതലെടുത്ത് കുട്ടനും മുട്ടനും മുട്ടിയിട്ട് അതിന്റെ രക്തം കുടിച്ച് അവർ ചേർത്തു കൊടുത്തു എന്നതല്ലാതെ നമുക്കെന്തുണ്ടായി എന്ന് ഈ ചെറിയ മനുഷ്യനായ ഞാൻ നിങ്ങളോട് വലിയ ശബ്ദത്തിൽ ചോദിക്കുകയാണ്. അതെ, ഇവിടെ ഒരു വിമോചനം വേണ്ടേ? ഇവിടെ ഒരു സൗഹൃദം വേണ്ടേ? സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണ് അഗ്രസാല മൊഴിയിൽ. സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനതയിൽ ഇങ്ങോട്ട് തല്ലുമ്പോഴും ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴും അരുത്. മഹാത്മാഗാന്ധി ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മഹാത്മാഗാന്ധിയെ, മഹാത്മാഗാന്ധി കപ്പലിൽ യാത്ര ചെയ്യുമ്പോ ഒരു ബ്രിട്ടീഷുകാരൻ മഹാത്മാഗാന്ധിയുടെ പല്ലിൽ ചവിട്ടി. 2 പല്ലുകൾ കൊഴിഞ്ഞ് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ചോദിച്ചു അത്രേ, അല്ലയോ സായിപ്പേ, നിന്റെ വെളുത്ത കാല് എന്റെ പരുക്കൻ പല്ല് തട്ടി വേദനിച്ചോ? വല്ലാത്ത വാക്കുകൾ. ഏ സായിപ്പേ, എന്റെ പല്ല് തട്ടി നിന്റെ വെളുത്ത കാല് വേദനിച്ചോ? അതായിരുന്നു മനുഷ്യത്വം. അതാണ് നിങ്ങൾ നോക്കെ, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആചാര്യനാണ് മുഹമ്മദ് നബി. അല്ലേ അല്ലേ? നിങ്ങൾ നോക്കെ, തെറ്റിദ്ധാരണയുടെ ഒരുപാട് കാര്യങ്ങളിൽ ഒന്നെന്താ? അപ്പൊ മുസ്ലിങ്ങളൊക്കെ ഈയിടെയായി കുറച്ച് കൂടുതൽ താടി വെക്കും അല്ലേ? എല്ലാവരുടെ മനസ്സിൽ എന്താണ്? ഇയാൾ എന്തോ ഒരു ഭീകരവാദി. താടി ഭീകരവാദത്തിന്റെ അടയാളമാണെന്ന് നിങ്ങളോട് ആരെ പറഞ്ഞത്? ആരെ പറഞ്ഞത്? എങ്കിൽ ചട്ടമ്പി സ്വാമികളെ ഏറ്റവും വലിയ ഭീകരവാദിയല്ലേ? അല്ലേ? എന്തൊരു താടി! കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സമാധിയായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. എത്ര താടി! ഇത്ര വരെ. മഹാത്മാഗാന്ധിയെ മഹാത്മാവെന്ന് വിളിച്ച രവീന്ദ്രനാഥ ടാഗോർ ഇത്ര വലിയ താടി. ഗുരു നിത്യചൈതന്യയതി ഞങ്ങൾ ഒന്നിച്ച് വേദി പങ്കുവെച്ചവർ. ജീവിതത്തിൽ പലരും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആലോചിച്ച്, ഇവർക്കൊക്കെ നീണ്ട താടി. കാർൽ മാർക്സ് 20ാം പാർട്ടി കോൺഗ്രസിൽ കാർൽ മാർക്സിന്റെ, എംഗൽസിന്റെ, ലെനിന്റെ എല്ലാവർക്കും താടിയുണ്ട്. അന്നൊന്നും താടി ഭീകരവാദത്തിന്റെ ചിഹ്നമല്ല. പിന്നെ എവിടെ കുഴപ്പമോ? മീഡിയകളുടെ കുഴപ്പമാണ്. മീഡിയകളുടെ കുഴപ്പം തീർന്നില്ല. വേദഗ്രന്ഥങ്ങളിൽ പുരുഷനോട് താടി വെക്കാൻ പറഞ്ഞു. ഇല്ലേ? ഇല്ലേ? എല്ലാ വേദത്തിലും ഇല്ലേ? നിങ്ങൾ ആലോചിച്ചേ. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ, കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്ത് പറയാൻ ലിംഗച്ഛേദ ശിഖാഹീന, ലിംഗച്ഛേദ ശിഖാഹീന മുസ്ലിങ്ങളുടെ പ്രത്യേകതയായി എത്ര നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള ഗ്രന്ഥം അല്ലേ? നിങ്ങളെ ഭവിഷ്യൽ പുരാണം എപ്പോഴുള്ള ആ പുരാണത്ത് പറയാണ്, മുസ്ലിങ്ങൾ എന്നൊരു വിഭാഗം അവിടെ വരും. അവർ ശേലാകർമ്മം ചെയ്യും, താടി നീട്ടും. ഏത്? കൃഷ്ണദ്വൈപായന വേദവ്യാസം പറയാം. മുസൽമാന്റെ അടയാളമാണത്, അല്ലാതെ 10 കൊല്ലം മുമ്പുള്ള ഒരു ചടങ്ങല്ല. ഫിത്രത്താണ്, പുരുഷന്റെ പ്രകൃതിയാണ്. ഏതുപോലെ ആൺസിംഹം പൂട വടിച്ചാൽ പിന്നെ ആണും പെണ്ണും കെട്ടൂലേ? ആൺസിംഹത്തിന്റെ പൂട എന്തിനാ? ആണാന്ന് തിരിച്ചറിയാനാ. ആണാന്ന് തിരിച്ചറിയാനാ. ഒരാൺസിംഹത്തെയും കൂട്ടത്തിലുള്ള ഒരു സിംഹം പേടിക്കണില്ല. കാരണം അതതിന്റെ പ്രകൃതമാണ്. അല്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഏറ്റവും വലിയ അത്ഭുതം എന്നറിയോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊരു ക്ലീൻ ചെയ്യുക. ഇന്നത്തെ പത്രത്തിനെ കുറിച്ചൊരു ന്യൂസില്ലേ? ഒരുപാട് പേരെ കൊന്നൊരു ക്രിസ്തീയ ഭീകരവാദി. അവന് താടിയുണ്ടോ? ഹിറ്റ്ലറിന് താടിയുണ്ടോ? മുസോളിനിക്ക് താടിയുണ്ടോ? ലോകം കണ്ട ഇന്ത്യയിലെ ഭീകരവാദികൾക്ക് താടിയുണ്ടോ? ഇനി ഞാൻ നിങ്ങളോട് വൃത്തിയുള്ള ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ താടിക്ക് വിവേകമുണ്ടോ? ഈ താടിക്ക് ചിന്ത, വിവേകം, ദയ, കാരുണ്യം എന്ന വികാരം ഉണ്ടോ? ഉണ്ടോ? ഹാർട്ടിലല്ലേ ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ ഒരു മുസ്ലിം ദേഷ്യം പിടിക്കുക താടിക്കുക?